നമസ്തേ. നമസ്തേ. എന്താ പേര്? ഒച്ചത് പറഞ്ഞു. ഷാജി. ഷാജി അല്ലേ? പിന്നെ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്നാ? ഷാജി ശ്രീ മൃത്യുഞ്ജയ മഹാദേവ ക്ഷേത്രം അല്ല. എവിടെ ഇത് വരുന്നത്? മുഴപ്പിലങ്ങാട്. എവിടെ വരും? കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട്. തലശ്ശേരിയിൽ നിന്ന് 7 കിലോമീറ്റർ, കണ്ണൂരിൽ നിന്ന് 17 മുഴപ്പിലങ്ങാട് ബീച്ചിനടുത്ത്. പിന്നെ ഈ ഏരിയക്ക് എന്ന പേര് പറയാ? ഇത് മുഴപ്പിലങ്ങാട് അല്ല, മുഴപ്പിലങ്ങാട് കുന്നിൻ്റെ എന്ത് പേര് പറയുന്നുണ്ടല്ലോ? തെക്കേ കുന്നംപുറം അല്ലേ? അത് ഞാൻ കേട്ടില്ല. അല്ല, അധികം ഡ്രൈവിംഗ് ബീച്ചിന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാവും? തലശ്ശേരിയിൽ നിന്ന് 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ളൂ, വേറെ ലോക്കലായിട്ട് ഇവിടെ ഇല്ലല്ലോ? എടക്കാട് റെയിൽവേ സ്റ്റേഷനുണ്ട്. ലോക്കൽ ട്രെയിൻ മാത്രമേ നിൽക്കൂ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഏത് ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ട നട തുറക്കുന്നത്? ഇവിടെ ശനിയാഴ്ചയാണ് ദിവസം നട തുറക്കലുണ്ട്. പ്രാധാന്യം ധനുമാസത്തിൽ തിരുവാതിരയാണ് അല്ലേ? ശിവരാത്രി അല്ലേ? പിന്നെ അതുപോലെ പ്രതിഷ്ഠാ ദിനമായിട്ട് എപ്പോൾ വരുന്നു? പ്രതിഷ്ഠാദിനം മെയ് 24. ഇപ്പോൾ ഈ വരുന്ന മെയ് 24 എല്ലാ ഭക്തജനങ്ങളും ഭക്താദിവരും ക്ഷണിച്ചോളുന്നു അല്ലേ? എല്ലാവർക്കും പറ്റുന്ന കൂട്ടരെല്ലാം വരിക, ഇതിൽ പങ്കുചേരുക. അന്ന് അന്നദാനം ഉണ്ടോ? അതെ. എത്ര ആൾ അന്നദാനമാണ്? പക്ഷെ ഏകദേശം ആൾക്കാരുണ്ടാവുമല്ലോ, ആളെ നോക്കിയിട്ട് അന്നേരം അപ്പോൾ ഉണ്ടാക്കും അല്ലേ? പിന്നെ അന്നെന്തെല്ലാം പൂജയുള്ളത്? നോട്ടീസെല്ലാം ഇറക്കിയാ? അതെയോ? അത് ചെറിയ നോട്ടീസ് ഉണ്ടല്ലോ. അതെല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ തന്ത്രീൻ്റെ പേരെന്താ? പാതിരിശ്ശേരി നമ്പൂതിരിയാണ് അല്ലേ? നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഇപ്പോൾ ഉണ്ടോ? അപ്പം അതിന് മുമ്പിട്ടുള്ള ആള് അദ്ദേഹത്തിൻ്റെ മരുമകനാണ് മിഥുൻ നമ്പൂതിരി അല്ലേ? ഇപ്പോൾ അദ്ദേഹമാണ് ആദ്യം ഉണ്ടായതല്ലേ? പിന്നെ അതുപോലെ ഇവിടുത്തെ ശാന്തിൻ്റെ പേരെന്താ? വിവേക്. അത് അദ്ദേഹം എവിടെയാണ്? കളരിവാദിക്ക് ക്ഷേത്രമായിട്ട് ബന്ധമുണ്ടോ അവർക്ക്? ബന്ധമുണ്ട്, ക്ഷേത്രമായിട്ട് ബന്ധമുണ്ട് അല്ലേ? ചിലപ്പോൾ കണ്ടുപോയിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ അതുപോലെ കീഴ്ശാന്തി ഉണ്ടോ? ഇല്ല. പിന്നെ കഴക്കാറ് മറ്റേ ബാധ്യമുണ്ടോ? മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ മറ്റുള്ള ഇവിടെ നാഗപ്രതിഷ്ഠയുണ്ട്. പിന്നെ വേറെ എന്താ ഉള്ളത്? ഗണപതിയുണ്ട്, ആദിപരാശക്തിയുണ്ട്. പിന്നെ വേറെ ഒന്നും കൊണ്ടോ? ഈ ഇത്ര 3 ദേവതമാരാണ് ഇടിയുള്ളത് അല്ലേ? നാഗം, പിന്നെ മഹാദേവൻ, പാർവതിക്ക് സ്ഥാനം ഇവിടെ പുറത്ത് മാത്രമേ ഉള്ളൂ. ആദിപരാശക്തി, ഗണപതി ഉള്ളിലുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ എന്തോ എന്നോട് പറഞ്ഞല്ലോ, ആരോ സഹായമാണ് ചെയ്തിട്ടുള്ളതെന്ന്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. ക്ഷേത്രത്തിലുള്ള ആൾ തന്നെ ചെയ്തത് അല്ലേ? അപ്പം ഒത്തിരി സന്തോഷം, ഇത്രയും കാര്യങ്ങൾ ആരാനും പിടിക്കാൻ സാധിച്ചതിന്. ഇനി അന്നദാനത്തിന് നൽകാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ മുൻകൂട്ടി പറയുക അല്ലേ? നിങ്ങളുടെ ക്ഷേത്ര ഓഫീസ് നമ്പർ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ നമ്പർ പറഞ്ഞാലും മതി. 9995684708. ഇതാണ് നമ്പർ അല്ലേ? മറ്റേ ആളെ നമ്പർ ഏതാണെന്നായിരുന്നോ? ക്ഷേത്രം പ്രസിഡന്റിൻ്റെ നമ്പർ 9447234077. ഇതാണല്ലേ പ്രസിഡന്റ് നമ്പർ അല്ലേ? എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് ജ്യോതിഷ്. ഇവിടെ പിന്നെ മറ്റെന്തൊക്കെയോ പിന്നെ കിണറിന് എന്തോ പണി എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ? ഇനി പൈകി ഉണ്ട് അല്ലേ? പിന്നെ നടപ്പന്തൽ അല്ലേ? നടപ്പന്തൽ, പിന്നെ അന്നദാനശാല അല്ലേ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ആവശ്യമുള്ളത്. ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതാണ് ജയേട്ടൻ്റെ ആ ഒരു സ്നേഹം കൊണ്ട് അദ്ദേഹം ഇത് പൂർത്തീകരിച്ചു, സ്വന്തമായി ചെയ്തു തന്നു അല്ലേ? അത് അമ്മയുടെ ഉള്ളതുകൊണ്ടാണല്ലോ അത് സാധിക്കുന്നത്. പ്രസിഡന്റ് ജ്യോതിഷ് കുമാറിന്റെ അച്ഛൻ കുമാരേട്ടനാണ് ഈ അമ്പലം ഇത് ചെയ്തു നിർമ്മിച്ചത് അല്ലേ? എല്ലാം കുമാരേട്ടനാണ് അല്ലേ? അപ്പം അതുതന്നെ അന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴികളും ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ ഇനി അന്നദാനശാല, പിന്നെ സ്റ്റേജ് ഉണ്ട് ഇവിടെ അല്ലേ? വില്ലേജ് സ്റ്റേജ് ഉണ്ട്. പിന്നെ അന്നദാനശാല എടുക്കുന്നതിന് കാര്യം എടുക്കുമോ നിങ്ങൾ? അത് ഓഫീസല്ലേ? പൊളിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ വലുതായിട്ട് വരും അല്ലേ? എല്ലാം ഭംഗിയായിട്ട് ചുറ്റും അതിൽ ഇനി അത്യാവശ്യമായിട്ട് വേണം അല്ലേ? അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വടക്ക് അല്ല, ഇത് പടിഞ്ഞാറ് തെക്ക് ഭാഗമായിട്ട് മതിൽ വേഗം കെട്ടി പൊന്തിച്ചേ പറ്റൂ. പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടു. അത് എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് ഇത് പറഞ്ഞു? അമ്പലത്തിന് 10-700 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. പുതുക്കി പണിതിട്ട് ഇപ്പോൾ ഒരു 15 വർഷമായി. പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 15 വർഷമായി അല്ലേ? കാരണം ഈ സാധനങ്ങൾ പണ്ട് മുഴുവനും എല്ലാവരും നശിപ്പിക്കപ്പെട്ടതാണ് അല്ലേ? പിന്നീട് അത് തിരികെ നമ്മൾ കൊണ്ടുവന്ന് പിടിച്ചത് നാട്ടുകാർ ഒറ്റ കഠിന പ്രയത്നം കൊണ്ട് തിരികെ പിടിച്ചു തന്നു. ഒത്തിരി ക്ഷേത്രങ്ങൾ ഇതുപോലെ തകർക്കപ്പെട്ടു പോയ ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ തകർക്കപ്പെട്ട പോലെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമ്മൾ അതിൽ തകർക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ? ഒത്തൊരുമയും സ്നേഹത്തോടുകൂടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് വേണ്ടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താം അല്ലേ? പിന്നെ QR കോഡ് ഉണ്ടോ?
ഇല്ല. അക്കൗണ്ട് നമ്പർ നമ്മളിൽ ഉൾപ്പെടുത്താം. പിന്നെ പൂജ വഴിപാടിനെല്ലാം പിന്നെ QR കോഡ് ആ നമ്പർ ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ നിങ്ങൾ പിന്നെ പാസ്ബുക്കിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഇതൊന്നും അത് പറ്റില്ല. ഗൾഫിലേക്കെല്ലാം അയക്കുന്നതെങ്കിൽ ഗൾഫിൽ കൂട്ടൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മറ്റേ പാസ്ബുക്കിലെ മുന്നിലത്തെ പേജില്ലേ അത് തന്നെ അയച്ചു തരേണ്ടി വരും. അപ്പോൾ അയക്കുമ്പം ക്ഷേത്രത്തിൻ്റെ പേരും കൂടി വെച്ച് അയച്ചാൽ, കാരണം അത് കൂട്ടർ അയച്ചു തരുന്നുണ്ട് ഈ ക്ഷേത്രം പിന്നെ ഇവിടെ വരേണ്ട പൈസ അപ്പുറമായി പോകും, അങ്ങനെയെല്ലാം കുഴപ്പമുണ്ട്. അപ്പോൾ ഒത്തിരി നല്ല നമസ്കാരം. ഒരു കൂടി പേര് പറയും. ഷാജി. നല്ല നമസ്കാരം.